ഹായ് ഹലോ എക്കി പ്ലാന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് 3 ക്രീപ്പി പ്ലാന്റ്സിൻ്റെ വെറൈറ്റികൾസാണ്. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റ്സിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മണമുള്ള ഭംഗിയായിട്ടുള്ള പൂ തരുന്ന ഒരു സൂപ്പർ പ്ലാന്റ്സാണ് ഈ ഒരു 3 പ്ലാന്റ്സും. അതുപോലെ നല്ല രസമാണ് ഇതിനെ കാണാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ചെടി വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തൊംബെർഗിയ ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫാമിലി എന്ന് പറയുന്ന അക്കന്തേസ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഇതിനെ കണ്ടുപിടിച്ചിരിക്കുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ചൈനയിലാണ് ഇതിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊരു ഓരോ വീക്കിലും വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വലുതായിട്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇല്ലാത്ത ഒരു പ്ലാന്റാണ് ഈ ഒരു തൊംബെർഗിയ ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഈ പ്ലാന്റ്. പിന്നെ ഇതിൻ്റെ യൂസസ് എന്നൊക്കെ പറയുന്നത് ഇതിനെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫീവറിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മുറിവൊക്കെ പറ്റുമെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ജ്യൂസ് ആക്കിയതിനൊക്കെ തലവേദനയ്ക്ക് നല്ലതാണ്. പിന്നെ ഇതിന് രാത്രിയിലൊക്കെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ള കളർ പൂവെന്ന് പറയുന്നത് നല്ല രസമായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറേ ബഞ്ചായിട്ട് തന്നെ ഈ ഒരു പൂവൊക്കെ വളരുന്നതാണ്. അപ്പോൾ ഇത് രാത്രിയിലൊക്കെ നിൽക്കുക കാണുവാണെങ്കിൽ നല്ല രസമാണ്. ഇത് എടുത്ത് നിൽക്കും. നമ്മുടെ വീടിനൊരു ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. ഇതിന് ഞങ്ങൾ കൊടുക്കുന്നത് 40 രൂപയാണ്. അടുത്ത ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ക്യാറ്റ്സ് ക്ലോ ക്രീപ്പർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ബിഗ്നോണിയേസേ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വേണ്ടി അതിനൊരു വള്ളി പോലത്തെ ഒരു സാധനമുണ്ട്. മീൻസ് അതിൻ്റെ കയ്യിലായിട്ടൊരു മൂർച്ചയുള്ള പോലത്തെ സാധനമുണ്ട്. അത് വെച്ചാണ് അത് കയറി പോകുന്നത്. നല്ല രസമാണ് അതിനെ കാണാൻ. അതുപോലെ ഞാൻ ഇപ്പോൾ ഈ ചെടി വെച്ചേക്കുന്നത് ഒരു സിമെൻറ്റ് വെച്ചുണ്ടാക്കിയ ഒരു നമ്മൾ സാധാരണയായിട്ട് കാണുന്ന സിമെൻറ്റ് വെച്ച കമ്പി പോലത്തെ തന്നെയാണ്. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചട്ടിക്കത് ഞാനിപ്പോൾ കാണിച്ച പോലെ നമ്മുടെ വീടിന് നല്ല സൗന്ദര്യം തരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ക്യാറ്റ്സ് ക്ലോ ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ്. കൂടി നിൽക്കും. പിന്നെ ഇതിന് വലുതായിട്ടൊന്നും നമുക്ക് കെയർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പെട്ടെന്ന് വളരുന്നു. പിന്നെ അതിന് കൂടുതലായിട്ട് വേണ്ടത് ഹീറ്റാണ്. സണ്ണിൻ്റെ ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് കൂടുതലായിട്ട് പൂ വെക്കുന്നത്. പിന്നെ ഞങ്ങളിവിടെ ഫെർട്ടൈലായിട്ട് കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിനും മിക്ക പ്ലാന്റ്സിനും എല്ലാം ഞങ്ങൾ ചാണകവെള്ളമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണമൊക്കെ തന്നെ നന്നായിട്ടും നല്ല മോയിസ്റ്റായിട്ടുള്ള ചെറിയ മോയിസ്റ്റായിട്ടുള്ള ഒരു സോയിലും വേണം അതിന്. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. ഈ ഒരു പ്ലാന്റിനും 40 രൂപയാണ്. ഞാനിപ്പോൾ കാണിക്കുന്ന പ്ലാന്റാണ് പെൻജാലിൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഡ്രെയിൻ ആയിട്ടുള്ള സോയിൽ മതി. പിന്നെ കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. സാധാരണ പോലെ തന്നെ ചെടിക്ക് ഒഴിക്കുന്ന പോലെ തന്നെ അതിനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. കാരണം ഇതിന് വലുതായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നല്ല ചൂട് വേണ്ട ഒരു പ്ലാന്റാണ് ഈ ഒരു 3 പ്ലാന്റ്സുകളും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മറ്റേ ക്യാറ്റ് ക്ലോ ക്രീപ്പറിൻ്റെ ഒരു ലുക്ക് കാണും. പക്ഷേ അതല്ല, അതിൻ്റെ ഒരു വെറൈറ്റി ടൈപ്പ് ഒരു പ്ലാന്റാണ് ഈ ഒരു പെൻജാലിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പിന്നെ ഇപ്പോൾ കാണിച്ച പെൻജാലിൻ എന്ന് പറയുന്ന പ്ലാന്റിന് ഒരു 40 രൂപ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.